യുദ്ധോദ്യോഗം ഉള്ളവരായി രാക്ഷസന്മാരെല്ലാം ആഹ്വാനം ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയുമാണ്. ഒരു വലിയ യുദ്ധത്തിൻ്റെ ആരംഭമാണ് അത്. രാമരാവണ യുദ്ധത്തിന് തുല്യമായി വേറൊരു യുദ്ധമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മഹാഭാരത യുദ്ധത്തെയും നമ്മൾ പറയാറുണ്ട്. കുരുപാണ്ഡവ യുദ്ധത്തിന് സമാനമായി മറ്റൊരു യുദ്ധമില്ല എന്ന്. അതാണ് കുറച്ചും കൂടെ ശരി എന്നെനിക്ക് തോന്നുന്നു. കാരണം അത് 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം. പഞ്ചാബിൽ നിന്ന് 100 മൈൽ വടക്കുമാറി കർണൽ ഡിസ്ട്രിക്റ്റിലാണ് കുരുക്ഷേത്രം എന്ന സ്ഥലം. അവിടെ 18 ദിവസം നീണ്ടുനിന്ന മഹായുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം എന്നറിയപ്പെടുന്നത്. ധർമ്മകാഹളം മുഴക്കി ധർമ്മത്തിൻ്റെ സംസ്ഥാപനം ഉണ്ടാകാൻ വേണ്ടി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സഹായത്തോടെ ധർമ്മപക്ഷപാതികളെന്ന് എല്ലാവരും പുകഴ്ത്തുന്ന പാണ്ഡവർ അർജുനൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചതിൻ്റെ ആ ഒരു യുദ്ധതന്ത്രമാണ് അവിടെ പയറ്റിയത്. അത് 18 ദിവസമാണ്. എന്നാൽ ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും മാത്രം ഒതുങ്ങുന്ന ക്ഷത്രിയന്മാരും അതോടൊപ്പം വാനരപ്രഭൃതികളായ സഹായികളും ചേർന്ന് താമസപ്രകൃതികളായ രക്ഷോഗണങ്ങളെ, രാക്ഷസ പരിഷകളെ എല്ലാവരെയുമല്ല, അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അനീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അക്രമം മാത്രം അഴിച്ചുവിടുന്ന ആളുകളെ വധിച്ച് അവരുടെ നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കി ധർമ്മത്തെ നിലനിർത്തുന്നതിനാവശ്യമായ രാക്ഷസ രാജാവിനെ തന്നെ കണ്ടെത്തി അഭിഷേകം ചെയ്ത് തിരിച്ച് അയോധ്യയിലേക്ക് എഴുന്നള്ളുന്ന കഥയാണ്. അതിന് ഉപോദ്ബലകമായി വന്ന ഒരു യുദ്ധമാണ് രാമരാവണ യുദ്ധം എന്ന് പറയുന്നത്. ആ രണ്ട് വ്യത്യാസം അതിനകത്ത് നമുക്ക് പറയാനൊക്കും. ഒന്ന് ത്രേതായുഗത്തിലും ഒന്ന് ദ്വാപരയുഗത്തിലും. മഹാഭാരത യുദ്ധം ദ്വാപരയുഗത്തിലും രാമരാവണ യുദ്ധം ത്രേതായുഗത്തിലുമാണ് നടക്കുന്നത്. 2 യുഗങ്ങളിലായി നടന്ന 2 യുദ്ധങ്ങളാണ് നമുക്ക് എടുത്തു പറയാവുന്ന 2 മഹായുദ്ധങ്ങൾ. പിന്നെ നമ്മൾ അറിയുന്ന വലിയ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറുമാണ്. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവുമാണ്. പിന്നെ നമ്മൾ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എടുത്തു പറയാവുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് 2-മാണ്. പക്ഷെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പരിശോധിച്ചാൽ നമ്മെ നടുക്കിക്കളയുന്ന ഒരു യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധവും അതിനു മുമ്പ് നടന്ന ഈ രാമരാവണ യുദ്ധവും. രണ്ടും ധർമ്മത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ധർമ്മം എങ്ങനെ പുലർത്താം എന്നുള്ളതാണ്. ധർമ്മം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെ ഗുണകരമായി പരിവർത്തിപ്പിക്കാമെന്നുള്ള അന്വേഷണത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയായിട്ടാണ് രാമരാവണ യുദ്ധത്തെ കാണുന്നത്. ദശാസ്യനായ അതിബലശാലിയായ ത്രിലോകത്തെയും ജയിച്ച് കീഴടക്കിയ എല്ലാവരും ഭയപ്പെടുന്നവനായ രൗദ്രമൂർത്തിയായ രാക്ഷസ രാജാവാണ് രാവണൻ. ആ രാവണൻ്റെ കീഴിൽ അണിനിരക്കുന്ന അനവധി രാക്ഷസന്മാരാണ് അദ്ദേഹത്തിന് സഹായികളായി ഉണ്ടായിരുന്നത്. എന്നാൽ വാനരന്മാർ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ഒരു സാമ്രാജ്യാധിപതി, ആ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായ സുഗ്രീവനടക്കമുള്ള അനവധി ആളുകളാണ് രാമരാവണ യുദ്ധത്തിൽ രാമന് സഹായികളായി ഉണ്ടായത്. അത് ധർമ്മപക്ഷപാതികളായിട്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അധർമ്മത്തിൻ്റെ, അസദ്വാസനകളുടെ, ദുരാചാരത്തിൻ്റെ, തിന്മകളുടെ മൂർത്തിമത് ഭാവമായ അസുരന്മാരും നന്മയുടെ, ധർമ്മത്തിൻ്റെ, സദാചാരത്തിൻ്റെ, ആസ്തികതയുടെ ഒക്കെ വക്താക്കളായ ഈ രാമാദികളും ചേർന്നുള്ള മഹായുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ്. രാമലക്ഷ്മണന്മാരും യുവാൻ്റെ സൈന്യങ്ങളും വളരെ വേഗം സഞ്ചരിച്ചിട്ടാണ് സമുദ്രക്കരയിലെത്തിയത്. അവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ രാവണനുമായിട്ട് പിണങ്ങി അദ്ദേഹത്തിൻ്റെ അനുജനായ വിഭീഷണൻ രാമനെ അഭയം പ്രാപിക്കുന്നതും അവിടെ വെച്ച് തന്നെ രാക്ഷസ രാജാവായിട്ട് കൽപ്പിക്കുകയും ചെയ്തു രാമൻ വിഭീഷണനെ. അങ്ങനെ ധർമ്മത്തിൻ്റെ പ്രതിമൂർത്തിയായിട്ട് തന്നെ വിഭീഷണനെ ഉയർത്തി നിർത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വാൽമീകി അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്.
വാൽമീകിയുടെ കഥാപാത്രം എന്നുള്ള നിലയിൽ ധർമ്മകാമനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഭക്തഗ്രണിയായ സദാചാരനിരതമായ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഒരു വാനര പ്രമുഖ രാക്ഷസ പ്രമുഖനായിട്ടാണ് വിഭീഷണനെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് രണ്ട് കാരണമുണ്ട്. വിരുദ്ധ പ്രകൃതി, ഒരേ വംശത്തിൽ തന്നെ വിരുദ്ധ പ്രകൃതികളായ ആളുകൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ധാരാളം ഇടത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു 2 or 4 മക്കളുള്ള സാധാരണ കുടുംബത്തിൽ ഒരാളിൻ്റെ സ്വഭാവമല്ല അടുത്ത മകന്, ആ മകൻ്റെ സ്വഭാവം ആയിരിക്കില്ല അടുത്ത മകന്. അപ്പോൾ അങ്ങനെ വിരുദ്ധ സ്വഭാവം ഉണ്ടാകും. എന്നാൽ അച്ഛനും അമ്മയും ഒന്ന് തന്നെയാണ് താനും. അച്ഛനും അമ്മയും ഒന്നാണെങ്കിലും വ്യത്യസ്ത പ്രകൃതികൾ പ്രകടിപ്പിക്കാറുണ്ട്. അതിനും കാരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഓരോ ജീവിതത്തിനും ചേർത്ത് വെച്ചിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. അത് ത്രിഗുണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ചിലർ സത്വഗുണാധിക പ്രകൃതികളായിരിക്കും, ചിലർ രജോ ഗുണം കൂടുതലുള്ളവരായിരിക്കും, ചിലർ താമസ ഗുണാധികന്മാരായിരിക്കും. അപ്പോൾ താമസ ഗുണാധികന്മാർ ആയിരിക്കും കൂടുതൽ അധർമ്മകർമ്മങ്ങളും ദുഷ്ടതകളും ഒക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് അതില്ല എന്നല്ല, അളവിൽ കുറവാണ്. പ്രധാനമായ ഗുണത്തെ അപേക്ഷിച്ച് മറ്റ് 2 ഗുണങ്ങൾ കുറവായിരിക്കും. ഈ 3 ഗുണങ്ങളുടെ സമ്മിശ്രമാണ് എല്ലാ ജീവജാലങ്ങളും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളുടെയും ചേരുവകളാണ്, മിക്സ്ചറാണ്, സാങ്കര്യമാണ് ഈ ഓരോ ജന്മത്തെയും ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിലേതാണോ അധികമായുള്ളത് അതായിരിക്കും കൂടുതൽ പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ രാവണനിൽ നമ്മൾ നന്മ കാണുന്നുണ്ട്. രാമൻ രാവണനിൽ നന്മ കണ്ടു. അതാണ് രാമസ്തുലിത കൈലാസം അരാധിം ബഹുമന്യത എന്ന് വാൽമീകി രാമനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. രാവണനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് നന്മയുടെ അംശം, തിന്മയുടെ അംശമുണ്ട്. അപ്പോൾ തിന്മയുടെ അളവ് കുറവായിരിക്കുകയും നന്മയുടെ അളവ് കൂടുതലായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അയാളെ നമ്മൾ നല്ലയാൾ, അല്ലെ നല്ല മനുഷ്യൻ, അല്ലെ നല്ല ജീവി എന്നൊക്കെ പറയുന്നത്. തിന്മയുടെ അംശം അധികമായിരിക്കുകയും നന്മയുടെ അംശം കുറവായിരിക്കുകയും ചെയ്യുന്നവരുടെ നന്മ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. തിന്മ മാത്രമാണ്. ഏതാണ് എൻലാർജ് നിൽക്കുന്നത്, അധികമായി നിൽക്കുന്നത്, അതിനെ ആധാരമാക്കിയാണ് നമ്മൾ ഓരോ ജീവജാലങ്ങളെയും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ലങ്കയിലേക്ക് പോകണം. അതിനെന്താണ് വഴി? അതിന് സേതുബന്ധനമല്ലാതെ വേറൊരു മാർഗമില്ല. സേതുവിനെ ബന്ധിക്കുക, സമുദ്രത്തെ, സേതു സമുദ്രമാണ്, സമുദ്രത്തെ ബന്ധിക്കുക എന്ന് വെച്ചാൽ അണകെട്ടുക എന്നർത്ഥമാണ്. സമുദ്രം കടക്കുക, സാഗരം തരിതും എന്നാണ്. സാഗരത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപാധി എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ജലഭൂതത്തിൻ്റെ അധിപതി ആരാണ്? ജലത്തിൻ്റെ മൊത്തം അധിപതി വരുണനാണ്. ഓരോരുത്തർക്കും ചാർത്തി കൊടുത്തിട്ടുണ്ട് ഓരോ വകുപ്പ്. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ പുരാണങ്ങളിൽ പരിശോധിച്ചാൽ ഓരോന്നിനും ഒരു അതിദേവതയുണ്ട്. ഓരോന്നിനും അതാണ് നിർത്തികോണ്, വായുകോണ്, ഇന്ദ്രകോണ്, വരണകോണ് എന്നൊക്കെ പറയുമല്ലോ. ഓരോ ദിക്കുകളും ഓരോ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് വരുണനാണ്. ആ വരുണദേവനെ സന്തോഷിപ്പിച്ചു. സമുദ്രത്തിൽ ചിറകട്ടി അക്കരയ്ക്ക് നടന്നു പോകാനുള്ള അനുവാദം വാങ്ങി, അതിൻ്റെ പെർമിഷൻ എടുത്തു. ആദ്യം തന്നെ അതിൻ്റെ അനുമതി പത്രത്തിന് വേണ്ടി സമർപ്പിക്കുമല്ലോ. ഇപ്പോൾ നമ്മളായാലും ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് പഞ്ചായത്തിൽ കൊടുത്ത് അതിന് പെർമിറ്റ് വാങ്ങിക്കും, അനുമതി പത്രം വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള NOC പോലെയുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഒരു അനുവാദ പത്രം വേണം. കാരണം ഉടമസ്ഥൻ്റെ സ്ഥലത്തൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. സമുദ്രത്തിൻ്റെ അധിപതി വരുണനായതുകൊണ്ട് ആ വരുണൻ്റെ മാർഗത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് വരുണൻ്റെ അനുമതി ആവശ്യമാണ്. ആ അനുമതി വാങ്ങുകയാണ്. അനന്തരം സേതുബന്ധനത്തിനുള്ള ശ്രമമായി വളരെ വിദൂരത്തിൽ നിന്ന് വലിയ കല്ലുകൾ, മരങ്ങൾ, മലകൾ ഒക്കെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു. വാനന്മാർ വലിയ ശക്തിശാലികളാണല്ലോ. അവരതെല്ലാം കൊണ്ടുവന്നു. വലിയ പാറക്കല്ലുകൾ തലേ വെച്ച് കൊണ്ടുവന്നു. പർവ്വതം തന്നെ അതുപോലെ ഒക്കെ കൊണ്ടുവന്നു. വലിയ വൃക്ഷങ്ങൾ കടപുഴക്കി കൊണ്ടുവന്ന് അതിൽ സ്ഥാപിച്ചു. അങ്ങനെ ആ വെള്ളം നികത്തി അത് കരയാക്കി മാറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ സേതുബന്ധനത്തിനുള്ള നിരന്തരമായ ശ്രമം നടക്കുകയാണ്. കുറേ വാനന്മാർ അങ്ങോട്ട് പോയി, ചില വാനന്മാർ വേറെ വഴിക്ക് പോയി. എല്ലാവരും ഇതിൻ്റെ സഹായികളായിട്ട് വന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, അണ്ണാർക്കണ്ണൻ പോലും ശ്രമിച്ചു എന്നാണ് രാമനെ സേതുബന്ധനം നടത്താൻ, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? അണ്ണാർക്കണ്ണൻ തറയിൽ കിടന്ന് സമുദ്രത്തിൽ പോയി നനഞ്ഞിട്ട് ആ ദേഹം കൊണ്ട് മണ്ണിൽ കിടന്ന് ഉരുട്ടിട്ട് ആ മണ്ണിൽ വീണ്ടും കൊണ്ട് സമുദ്രത്തിൽ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നു. അപ്പം നിസ്സാരന്മാരായ ആളുകൾ പോലും ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ അണ്ണാർക്കണ്ണൻ പോയി അണ കെട്ടി കൊടുത്തു എന്നല്ല. സാധാരണഗതിയിൽ ദുർബലന്മാരായ ആളുകൾ പോലും
ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടാണ് അങ്ങനെ ഒരു സേതു ബന്ധിച്ചത്. ചിലർ പറയുന്നു അത് പാക് സ്ട്രൈറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്, പാക് കടലെടുക്കാണ് എന്ന് പറയുന്നുണ്ട്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ദൂരം 22.5 മൈൽ ദൈർഘ്യമുള്ള ആ ഭാഗമാണ് അണകെട്ടി ചെയ്തതെന്ന് പറയുന്നു. കാരണം അവർ പറയുന്ന കുറേ സമുദ്രത്തിൽ കുറച്ച് ആഴത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഇപ്പോഴും ആ കല്ല് കെട്ടിയിരിക്കുന്നതിൻ്റെ ഉടഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചങ്ങല പോലെ, ഒരു തുടൽ പോലെ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അത് അങ്ങനൊന്നുമല്ല, ഇന്ത്യക്ക് അകത്ത് തന്നെയാണ്, ഭാരതത്തിനകത്ത് തന്നെയാണ് ഈ ലങ്കാ സാമ്രാജ്യമുള്ളത്, വെളിയിലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1971 തോന്നുന്നു മിഹിർ ആണ് ആദ്യമായിട്ട് അത് നീന്തി പാക് സ്ട്രൈറ്റ്സ് നീന്തി ശ്രീലങ്കയിലെത്തുന്നത്. മിഹിർ 1971 എൻ്റെ ഓർമ്മയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് നീന്തുന്നത്. അപ്പോൾ 22.5 മൈലാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരമാണ് ചാടേണ്ടത്. ആ 22.5 മൈൽ ഹനുമാൻ ചാടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ കൂടെ അതിനകത്ത് കലർന്നു വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയെന്നുള്ളത് വളരെ നിർണ്ണയിക്കേണ്ട കാര്യങ്ങളായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എങ്കിലും പല ആളുകൾ പല നിഗമനങ്ങളിൽ പെടുകയും പല അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, വലിയ കല്ലുകൾ, മരങ്ങൾ, മലകളൊക്കെ വലിച്ചു കൊണ്ട് അതിനകത്തിട്ടു. വാണ്ടസേനയിലെ ശില്പി നേതാവെന്ന് പറയുന്ന ഒരാളുണ്ട്, നളൻ അയാളുടെ പേര്. നളൻ, അയാൾ വലിയ ശില്പിയാണ്, എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളാണ്. എൻജിനീയറിംഗ് ആണ്, എൻജിനീയർ എന്നുള്ളതിന് മലയാളം അറിയാമോ? മലയാള വാക്ക് എൻജിനീയർ യന്ത്രമാണല്ലോ, അവ യന്ത്രം ചെയ്യുന്ന ആൾ എന്നാണ്. കാരുധൗരേയൻ എന്നാണ് അതിന് മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ, സംസ്കൃത വാക്കതാണ്. കാരുധൗരേയൻ എന്നാണ് എൻജിനീയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നളനായിരുന്നു അവിടുത്തെ കാരുധൗരേയൻ. അപ്പോൾ അയാൾ വാണ്ടശാസനായിരുന്നു, അയാളാണ് ശില്പികളുടെ നേതാവ്. അയാളുടെ മേൽനോട്ടത്തിൻ്റെ കീഴിലാണ് ഈ അണ കെട്ടാൻ തുടങ്ങിയത്. സകല വാണ്ടന്മാർ ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് തന്നെ സമുദ്രത്തെ ഭയപ്പെടാതെ നടന്ന് അക്കരെ ഇക്കരെ പോകാവുന്ന തരത്തിൽ ഒരു സേതു നിർമ്മിക്കപ്പെടുകയാണ്. അതിനിടെ രസകരമായ ഒരു കാര്യമുണ്ടായി. എന്ന് വെച്ചാൽ രാവണനൊരു നർമ്മസച്ചിവരുണ്ട്, ശുഗൻ എന്നാണ് പേര്. അവിടുത്തെ വിദൂഷകനെ പോലെ, നമ്മുടെ തെന്നാലി രാമനെയൊക്കെ പോലെ, അല്ലെങ്കിൽ പിന്നെ വീരബലിനെ പോലെയൊക്കെ ഉള്ള ഒരാളാണ് ഈ ശുഗൻ എന്ന് പറയുന്നത്. ശുഗൻ എന്നയാളുടെ പേര്. ആൾ വളരെ ഭീരുവാണ്, വിഡ്ഢിയുമാണ്, എങ്കിലും രസം പറയും, ഒരുപാട് തമാശ പറയും, അങ്ങനെ ആളാണ്. അപ്പോൾ അങ്ങനെ അയാളെ സന്ദേശം കൊടുത്തു വിടുക ശരിക്കും ശുഗനെ. രാവണനൊരു പരിഹാസത്തോടെ അത് ചെയ്തെങ്കിലും വേണ്ടി വന്നു പോയി, അത് അബദ്ധത്തിലാവുകയും ചെയ്തു അയാളെ സംബന്ധിച്ചിടത്തോളം, ഈ ശുഗനെ സംബന്ധിച്ചിടത്തോളം. അയാളോട് പറഞ്ഞു ഇങ്ങനെ പോയി യുദ്ധസന്നാഹങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ചെന്ന് പറയാം. ശത്രു സൈന്യങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ആ വർത്തമാനം കേട്ടപ്പോൾ തന്നെ അയാൾക്ക് പേടിയായി. എങ്കിലും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ആദ്യം അയാൾ പറഞ്ഞ് പോകാമെന്ന് ആദ്യം അങ്ങ് സമ്മതിച്ചും പോയല്ലോ. പണ്ട് ദശരഥൻ രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ അയക്കാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നെ രാക്ഷസന്മാരെ കൊല്ലാനാണെന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ പേടിച്ചു പോയി. പിന്നെ അതിനെ എങ്ങനെ അവൻ വിശ്വാമിത്രൻ കോപിക്കുകയൊക്കെ ചെയ്തു. മുന്നം തരാമെന്ന് ചൊല്ലി എൻ്റെ ഇഷ്ടം പിന്നെ ഇല്ലെന്നത് ചൊല്ലുന്നത് ചേരുമെന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വിശ്വാമിത്രൻ്റെ കോപമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ആദ്യം അങ്ങ് ഏക്കും ഇവരെല്ലാം. മഹാബലിക്കും പറ്റിയല്ലോ ആ അബദ്ധം. വാമനൻ വരുമ്പോൾ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്, മൂവടി മണ്ണ് ചോദിക്കുന്നതിന് മുമ്പ് അങ്ങേക്ക് എന്താ വേണ്ടത്, എന്ത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇയാളെ കൂടുതലൊന്നും വേണ്ട, എനിക്ക് 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശുക്രാചാര്യ പറഞ്ഞു, എന്തൊരു മണ്ടത്തരവാ കാണിച്ചേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മഹാബലി പറഞ്ഞു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യും, എന്ത് ആപത്ത് വന്നാലും കൊടുക്കും. ആ നിശ്ചയദാർഢ്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്തായാലും ആദ്യം ഇതങ്ങ് സമ്മതിക്കും. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ആളുകൾ മിക്കവാറും ചെയ്യാറുള്ളത്. ബുദ്ധിമാന്മാരായ ആളുകൾ അങ്ങനെ അല്ല ചെയ്യുന്നത്. അങ്ങനെ പറയാം, എന്താ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, നീ വല്ലാതെ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ, നീ നിൻ്റെ ആവശ്യം പറ, ഞാനൊന്ന് കേൾക്കട്ടെ, എനിക്കത് സാധിക്കുമോ എന്നൊന്ന് അറിയട്ടെ എന്നാണ് ബുദ്ധിമാന്മാർ പറയുക. ഇവിടെ അർത്ഥം ആളുകൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതല്ല, തനിക്ക് എന്തും സാധിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് അവിടെ. ഇവ ഈ ശുഗൻ അങ്ങനെയല്ല, അന്നേരത്തെ ഒരു ഗമയ്ക്ക് അങ്ങ് പറഞ്ഞതാ, എല്ലാം പോയി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദേശവും പറഞ്ഞു കൊടുത്ത് പോയി വരാൻ പറഞ്ഞു. ശുഗൻ ധൈര്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നേരെ കടന്നുവെങ്കിലും മുന്നോട്ടുള്ള ഓരോ കാൽവയ്പ്പിലും ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു യുക്തി തോന്നി, ഭൂമി കൂടെ പോയാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ആകാശത്തൂടെ പോയേക്കാം. ഇവരൊക്കെ എല്ലാ സിദ്ധികളുള്ളവരാണ്, ആകാശത്തൂടെ പോകാനൊക്കെ വിഷമമില്ല. അപ്പോൾ അങ്ങനെ അയാൾ പ്രത്യേകം ചിറക് മുളച്ചു. ആ ചിറക് വെച്ച് അയാൾ പറന്നു പോവുക ചെയ്യുന്നത്, അങ്ങോട്ട് പറക്കുക ചെയ്യുന്നത്. അവസാനം പിന്നെ ഇയാളെ കണ്ടുപിടിച്ച് ഈ കുരങ്ങന്മാരെല്ലാം കൂടെ ഇയാളെ ചിറക് കണ്ടിച്ചളയും ചെയ്തു, ഇടിച്ച് ഉടയ്ക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നെ പരാതി പറയുകയും ചെയ്തു. അങ്ങനെ കഥയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ
ആകാശത്തൂടെ പോയി ആകാശത്ത് തന്നെ സന്ദേശം അറിയിച്ച് മടങ്ങാമെന്നാണ് ഇയാൾ വിചാരിച്ചത്. അപ്പോൾ ആകാശത്ത് നിന്ന് പിന്നെ ആകാശത്തേക്ക് ഈ വാനന്മാർക്ക് വരാൻ പറ്റില്ലല്ലോ എന്നാണ് അയാൾ വിചാരിച്ചത്. അതിനാൽ തനിക്ക് ഒരാപത്തും വരാൻ യാതൊരു വഴിയുമില്ലെന്ന് സമാധാനിച്ചിട്ട് ധൈര്യത്തോടെ തൻ്റെ യോഗശക്തിയെ ഉപയോഗിച്ചിട്ട് അയാൾ മുന്നോട്ട് നീങ്ങി വാൻ്റെ പാളയത്തിൻ്റെ ഉപരിമണ്ഡലത്തിൽ മുകളിൽ ഇങ്ങനെ നിന്ന് സുഗ്രീവനെ വിളിച്ചു. രാവണൻ്റെ സന്ദേശവാക്യങ്ങളെ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അത് കേൾക്കേണ്ട താമസം ഈ വാനന്മാരെല്ലാം കൂടെ ചെല്ലിട്ട് മേലോട്ട് ചാടി ശിവനെ പിടികൂടി വലിച്ച് പിടിച്ച് കെട്ടിയെടുത്ത് 4 ഇടിയൊക്കെ കൊടുത്തിട്ട് ഈ പിന്നെ അർത്ഥപ്രാണനായിപ്പോയി അയാൾ ചാവറായി കിട്ടിക്കൊണ്ടിട്ട് അങ്ങനെ ഇയാളെ കൊണ്ടുവന്ന് ഈ പിന്നെ സുഗ്രീവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ രാമനോട് ഇരിപ്പുണ്ട്. ഈ നിലവിളി കേട്ടും കൊണ്ട് ഈ പിന്നെ വിഭീഷണനും വന്നു. രാവണൻ്റെ ഒരു അനുജനായ വിഭീഷണനും വാനപ്പാളയത്തിൽ ശ്രീമസനത്തിൽ ഏകദേശം ആ സമയത്ത് എത്തിച്ചേർന്നതേ ഉള്ളൂ. അയാൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സന്ദർഭം നടക്കുന്നത്. പക്ഷേ യുദ്ധകാര്യ ആലോചന വിഭീഷണനുമായിട്ട് നടത്താമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം രാമൻ കാണുന്നത്. അവസാനം അയാൾക്ക് കൂടി അഭയം കൊടുക്കേണ്ടി വന്നു. ഈ പിന്നെ ശ്രീരാമന് ദൂതന് പോലും അഭയം കൊടുത്തിട്ട് അയാളെ സന്തോഷത്തോടെ ഈ ലങ്കയിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. തനിക്ക് വന്നു ചേർന്ന എല്ലാ രാജ്യശ്രീയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിഭീഷണനെ കഴിഞ്ഞ് കൂടുതൽ ആളെ നമുക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെ രാമൻ കരുതിയത്. വിഭീഷണനെ നമുക്ക് കിട്ടി, എൻ്റെ ഭക്തനായും എൻ്റെ അനുചരനായും എൻ്റെ സഹായിയായും കിട്ടി. ലങ്കയിലെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു ശ്രേഷ്ഠനായ ആൾ തന്നെയാണ് വിഭീഷണൻ. അപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റാരും ആവശ്യമില്ല. അതുകൊണ്ട് അയാളെ കൊന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് അയാളെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് ധർമ്മം പുലർത്തണമെന്നുള്ള രാമൻ്റെ ഉദ്ദേശം. അപ്പോൾ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനൊക്കുമോ അതൊക്കെ ചെയ്യണമെന്നേ രാമൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പുത്രൻ പിന്നെ പിതാവിനോട് കാണിക്കേണ്ട ഭക്തിയാദരങ്ങൾ മുഴുവൻ വളരെ വ്യക്തമായി രാമന് ബോധ്യമുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം. അതിനകത്ത് എന്തെല്ലാം വൈതരണികൾ വന്നാലും ഒരു തരത്തിലും അതിൽ നിന്ന് പിന്മാറാണെന്നും ശ്രീരാമൻ ഒരുക്കമല്ല. ധർമ്മത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന രാമൻ, അദ്ദേഹത്തിൻ്റെ അനുചരനായിരിക്കുന്ന ലക്ഷ്മണനെക്കുറിച്ച് പറയുന്നത് രാമൻ്റെ ബഹിഷ്ഠര പ്രാണനാണെന്നാണ്. എൻ്റെ ബഹിഷ്ഠര പ്രാണനാണ് ഈ ലക്ഷ്മണൻ എന്നാണ് പറയുന്നത്. ഈ ബഹിഷ്ഠര പ്രാണൻ എന്ന് പറഞ്ഞാൽ 2 ശരീരമായിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒറ്റ പ്രാണനാണെന്നാണ്. ആ രീതിയിലാണ് രാമൻ ലക്ഷ്മണനെ പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഭരതനെയും ശ്രീരാമനും ഭരതനും തമ്മിൽ യുദ്ധം പോലെ ഉണ്ടാകാൻ ഒരു വിരോധമില്ലായിരുന്നു വേണമെങ്കിൽ. പക്ഷേ അതിന് 2 പേരും കൂടെ ചേർന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തേ. ആ ഭരതനിലെ ഭരണ ധുരന്ധരത്വം, ഭരണ നൈപുണ്യം മാത്രമല്ല ഭരതനിലെ ധർമ്മബോധവും അതിന് ശക്തമായി ഉണ്ടായിരുന്നു. അപ്പോൾ രാമൻ്റെ ധർമ്മബോധവും ഭരതൻ്റെ ധർമ്മബോധവും ശത്രുഘ്നൻ്റെയും ലക്ഷ്മണൻ്റെയും ധർമ്മബോധങ്ങളും എല്ലാം കൂടെ ചേരുമ്പോൾ ആ ധർമ്മത്തിന് അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമായിരുന്നില്ല. എല്ലാ നിലയിലുള്ള ധർമ്മത്തെയും എല്ലാ പ്രകാരത്തിലുള്ള ധർമ്മത്തിൻ്റെ വൈവിധ്യങ്ങളെയും ഒരുപോലെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ഈ ആളുകൾക്ക് ഈ 4 സഹോദരന്മാർക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. അത് രാമായണത്തിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ ഒരു മഹിമയാണ്. ആ 4 സഹോദരന്മാർക്കും ഏകീഭൂതമായ മനോഭാവം ഉണ്ടാവുക, ഒരേ തരത്തിലുള്ള മനോഭാവവും ഒരേ തരത്തിലുള്ള സംസ്കൃതി ഉണ്ടാവുക, ഒരേ ചിന്തകൾ, ഒരേ വികാരങ്ങൾ, ഒരേ വിചാരങ്ങൾ, ഒരേ ലക്ഷ്യം, ഇതൊക്കെ ഉണ്ടാവുകയാണ്. അതൊക്കെ അസാമാന്യമായ ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യമാണ്. ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ സീതാദേവിയുടെ പാദങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ജ്യേഷ്ഠപത്നിയായ സീതാദേവിയുടെ പാദത്തിന് മേലോട്ട് ഒരിക്കലും ലക്ഷ്മണൻ നോക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മണൻ ഈ ചൂടാരത്വവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഈ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞ് കെട്ടി ഈ സുഗ്രീവൻ എടുത്തുകൊണ്ട് കാണിക്കുമ്പോൾ ഇത് തോൾവളയൊക്കെ കാണിച്ചപ്പോൾ തോൾവളയൊക്കെ കാണിച്ചപ്പം അതെനിക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്നത് മാത്രമാണ്. ഞാൻ എന്നും ദേവിയുടെ പാദങ്ങൾ വന്ദിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഈ കാൽത്തള കണ്ടിട്ടുണ്ട്, ഈ പാദസരം കണ്ടിട്ടുണ്ട്, അതേ കണ്ടിട്ടുള്ളൂ, മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ജ്യേഷ്ഠ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വാൽമീകി അങ്ങനെ കഥാപാത്രങ്ങൾക്ക് ഈ സ്വഭാവ പരിഗണന നൽകുമ്പോൾ നമ്മൾ ആലോചിക്കണം എത്ര മൂല്യവത്തായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന ധർമ്മസങ്കല്പത്തിൻ്റെ അവസ്ഥ എന്നാണ് ആലോചിക്കേണ്ടത്. വാൽമീകി കണ്ട ധർമ്മം, വാൽമീകി അനുഷ്ഠിച്ച ധർമ്മം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്രയും ഒരു വാൽമീകിയാണോ ഒരു കാട്ടാളനായി ജീവിച്ചു നമ്മൾ പറയുന്നത്? ഈ കാട്ടാളൻ്റെ കഥയുണ്ടല്ലോ, അത് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ്? ഈ കാട്ടാളനായിരിക്കുന്ന ഒരാൾക്ക്, ഒരു നിഷാദ ജീവിതം നയിച്ച ഒരാൾക്ക് എങ്ങനെ വാൽമീകിയെ പോലെ ദീർഘദർശനപരമായ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു കവിയായി മാറാൻ കഴിയും?
എത്ര സൈദ്ധാന്തികമായ എത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരാളായിട്ട് മാറാൻ കഴിയും, ഒരു മഹാകവിയായി മാറാൻ കഴിയും. മനുഷ്യ ചിത്തത്തെക്കുറിച്ച് വൈവിധ്യപൂർണമായ ഭാവങ്ങൾ മുഴുവൻ ഈ കരുതലാമലകം ഉള്ളം കയറി നെല്ലിക്ക പോലെ മനസ്സിലാക്കിയിരിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠ വ്യക്തിത്വം പുലർത്താൻ കഴിയുമോ ഒരു കാട്ടാളനെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ വാൽമീകിയിലെ കാട്ടാളത്വം അല്ലെങ്കിൽ നിഷാദത്വം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവത്തിലുള്ള താമസ പ്രകൃതിയായ ഒരു അവസ്ഥ ആയിരിക്കണം. അത് മാറിക്കഴിഞ്ഞപ്പോൾ ഈ വാൽമീകി ഏറ്റവും വലിയ ഉദാത്ത ഗംഭീരമായ പ്രതിഭാവിലാസമുള്ള ഭാവനാശാലിയായ ജീവിത വീക്ഷണമുള്ള ഒരാളായിട്ട് തന്നെ പരിണമിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ ആലോചിക്കേണ്ട കാര്യം. ഏതായാലും ആശ്രമത്തെയും തപോവനത്തെയും വിട്ട് അരമനയിൽ കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും അദ്ദേഹം രാജീയ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നാലും അതിനെല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള സമർത്ഥമായ ഒരു ശ്രമമെന്നുള്ള നിലയിൽ ആണ് വനത്തിലെത്തിയത്. അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ചഞ്ചലമായ ചിത്തമാണ് ലങ്കയെന്ന് പറയുന്ന ആശയമെന്ന് കൂടി നമ്മൾ ഓർക്കണം. വെറും ലങ്കയല്ല, അവിടേക്കാണ് രാമൻ എത്തുന്നത്. പമ്പ കഴിഞ്ഞിട്ടാണ് പാപം എന്ന അവസ്ഥ. പമ്പ എന്നുള്ളത് തിരിച്ചു പറഞ്ഞു നോക്കൂ, പാപം എന്ന് വരും. ആ പമ്പ തരണം ചെയ്തിട്ടാണ് നേരെ ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ അടുത്തുള്ള ലങ്ക, അതിനപ്പുറത്തുള്ള ലേക്ക് പോകുന്നു. രണ്ട് പർവ്വതത്തിനും ഇടയിൽ സമുദ്രമുണ്ട്. സുബേല പർവ്വതത്തിനും മഹേന്ദ്രപർവ്വതത്തിനും ഇടയിൽ ഉണ്ട് സമുദ്രം. ആ സമുദ്രം മുദ്രയോട് കൂടിയതാണ്, അതിലുണ്ട്. അതിന് കഴിഞ്ഞാൽ പിന്നെ കാലത്തിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ആ കാലം അനിവാര്യ ഭീകരമായ ഒരവസ്ഥയാണ്. നമുക്കൊരിക്കലും നിർണ്ണയിക്കാൻ കഴിയാത്ത, നിർവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാലത്തിനുള്ളത്. നമ്മുടെ നേരെ മുമ്പിലുണ്ടെങ്കിലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് നമുക്ക് എല്ലാം ഓർമ്മയുണ്ടോ? ചെല്ലു പറയാറുണ്ട് അങ്ങനെ. ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയാണ് നമ്മൾ വിചാരിക്കുന്നത് പറയും. ഇന്നലെ കഴിഞ്ഞ കാര്യമെല്ലാം നമുക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് അക്കൗണ്ട് എഴുതി നോക്കൂ. നമ്മൾ ജനിച്ചപ്പോൾ ഓർമ്മ വെച്ച കാലം മുതൽ ഈ വർത്തമാനകാലം വരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഓർമ്മിക്കാൻ ഒരു നിവൃത്തിയിലും വയ്ക്കില്ല. അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്കറിയാമോ? നമ്മുടെ കൺമുമ്പിലുള്ള കാര്യം, അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ അറിയൂ. അത് നമ്മുടെ കണ്ണും ശ്രദ്ധയും ബുദ്ധിയും അറിയുന്ന ഭാഗം വരെയുള്ളതേ നമുക്കറിയൂ. അതിനപ്പുറമുള്ളത് എങ്ങനെ അറിയും? നമ്മൾ മുറിക്കകത്ത് അടച്ചിരിക്കുകയാണെങ്കിൽ മുറിക്ക് വെളിയിൽ നടക്കുന്നത് എന്താണെന്ന് എങ്ങനെ അറിയും? ഇന്നത്തെയാണ്. അപ്പോൾ വർത്തമാനകാലത്തെക്കുറിച്ച് നമുക്ക് കാര്യമായി അറിഞ്ഞുകൂടാ. നാളെ അതിനെക്കുറിച്ച് അറിയാമോ? നാളെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എത്ര അറിയാം? നാളെ നേരം വെളുക്കുമായിരിക്കും എന്നല്ലേ ഉള്ളൂ. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിയാൽ നാളെ രാവിലെ എഴുന്നേൽക്കും എന്നുള്ളത് എന്താ ഉറപ്പ്? നാളെ നമുക്ക് കാണാമെന്ന് പറയും. നാളെ നമുക്ക് കാണാൻ കേട്ടോ എന്ന് പറയുക. നാളെ രാവിലെ എഴുന്നേൽക്കും എന്നുള്ള വല്ല ഉറപ്പുണ്ടോ? എന്താ നമ്മളങ്ങനെ പറയാൻ കാരണം? ഇന്ന് രാവിലെ വരെ ഇന്നലെ കിടന്നതിന് ശേഷം ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് മെനഞ്ഞാന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റു. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റു. അതുകൊണ്ട് നാളെയും നമ്മൾ വരും എന്നാണ് വിചാരിക്കുന്നത്. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ അതിന്? ഇന്നലെ മെനഞ്ഞാന്നും എല്ലാം ഉണർന്ന് എഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് നാളെയും നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കും എന്നുള്ളതിന് എന്തുറപ്പ്? ഇല്ലെങ്കിലും നമ്മളത് വിശ്വസിക്കുക ചെയ്യുന്നത്. സംഭവിക്കും എന്ന് പറയുക. നാളെ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം എന്ന് പറയുക. നാളെ ഇയാൾ ഫ്യൂസായിപ്പോയാൽ എന്തോ ചെയ്യാനൊക്കെയല്ല. അപ്പോൾ മുമ്പിലുള്ള കാലത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്ത ഒന്നിനെ പിടിച്ചടക്കാനുള്ള, അതിനകത്തേക്ക് കടന്നു ചെല്ലാനുള്ള, അതിനകത്തുള്ള ദുർഭിക്ഷതകളെയും ദുർനിമിത്തങ്ങളെയും അനാശാസ്യതകളെയും ദുരാചാരങ്ങളെയും തിന്മകളെയും ഒക്കെ നേരിടാനുള്ള കരുത്തുമായാണ് രാമൻ ഈ അണ കെട്ടുന്നത്. സേതുബന്ധനോദ്യോഗം ചെയ്യുന്നതാണ്. ലങ്കാപ്രവേശത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുകയാണ്. ചഞ്ചല പ്രകൃതികളായ വാൻഡന്മാരാണ്. സ്ഥിരപ്രകൃതികളല്ല, അവർ ചപലപ്രകൃതികളാണ്. എന്താണ് ചെയ്യുക എന്ന് അവർക്ക് തന്നെ അറിഞ്ഞോളാം. പറഞ്ഞാൽ അത് ചെയ്യുക, ഇത് കഴിയുമ്പോൾ അത് വേറെ ചെയ്യുക, ഇത് ചെയ്യുന്ന. അപ്പോൾ അവരെ തന്നെ ഒരു കമാൻഡിൻ്റെ കീഴിൽ കൊണ്ടുവരണമെങ്കിൽ വല്ലാതെ വിഷമമാണ്. ഒരാജ്ഞാനുവർത്തിയാക്കി മാറ്റുക വാൻഡന്മാരെ എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. കാരണം അവർ സാഹസികളാണ്, അതുപോലെ ചഞ്ചല പ്രകൃതികളാണ്. അതായത് അന്യോന്യ വൈരുദ്ധ്യം തോന്നിക്കുന്ന ശ്രുതിവാക്യങ്ങളാണ് ഉള്ളതെന്നർത്ഥം. ഈ വാൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പിന്നെ ആരണ്യകങ്ങളും ബ്രാഹ്മണ്യങ്ങളും വേദങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തങ്ങളും വിപരീതങ്ങളുമായ അർത്ഥങ്ങളുള്ള ഒരുപാട് ആശയങ്ങൾ അതിനകത്തുണ്ട്. അത് അപുത്രസ്യ ഗതിർ നാസ്തി എന്ന് പറയുക, സ്വർഗകാമോ യജേത് എന്ന് പറയുക, എന്ന കർമ്മണ എന്ന പ്രജയാധനേണ ത്യാഗേ നായിക അമൃത്വ മാനസു എന്ന് പറയുക. ഇങ്ങനെ കുറേ തിയറികളുണ്ട്.
ഈ തീയതികൾക്കൊക്കെ നേരിട്ടുള്ള അർത്ഥത്തിനപ്പുറം മറ്റു പല അർത്ഥം വിപരീത അർത്ഥങ്ങൾ കൂടിയുണ്ട്. അതിൽ നിന്ന് അനുകൂലമായ അർത്ഥത്തെ നമ്മൾ സ്വീകരിക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. മർക്കടന്മാരുടെ ചഞ്ചല പ്രകൃതിയായിട്ട് ഉപന്യസിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഈ സൂക്തിരത്നങ്ങളിലുള്ള ഈ ആദർശങ്ങളിലുള്ള മഹാവാക്യങ്ങളിൽ വരുന്ന ഈ വൈരുദ്ധ്യങ്ങളെയാണെന്ന് വേദാന്തികൾ പറയും. ആ ഒരു വശം കൂടി അതിനകത്ത് കിടപ്പുണ്ട്. അവയുടെ ചഞ്ചലത്വം കാര്യസാധ്യത്തിന് തടസ്സമാവാതിരിക്കണം. അതായത് ശ്രുതിവാക്യങ്ങളുടെ വൈരുദ്ധ്യഭാവങ്ങൾ നീക്കിയെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. അതാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. രാമൻ യുദ്ധത്തിന് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ശ്രുതിവാക്യങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളെ വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ്. പെട്ടെന്നൊന്നും അത് നമുക്ക് ദഹിച്ചൊന്നും വരില്ല ഈ ആശയം. ഈ വിരുദ്ധാശയങ്ങളും കൂടി ഇതിനകത്ത് ചേർന്ന് വരുമെന്നുള്ളത് ഈ അധ്യാത്മരാമായണത്തിലെ വല്ലാത്തൊരു പ്രശ്നമാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. എങ്കിലും പരാമർശിക്കാതിരിക്കാൻ വയ്യ. കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. ആ കഥയിലേക്ക് തന്നെ ഞാൻ ചുരുങ്ങി കൂടുകയാണ്. അത് തന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ ആവാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് നമുക്കത് ദഹിക്കാത്തതായതുകൊണ്ടും പിന്നെ ഈ കഥ ഭാഗങ്ങളിലേക്ക് തന്നെ നീങ്ങാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പോവുകയാണ്. എന്തായാലും പിന്നെ എത്രയോ അസംഖ്യം രാക്ഷസന്മാരുണ്ടായിട്ടും ശ്രീരാമൻ രാവണനെയും കുംഭകർണനെയും മാത്രമേ കൊല്ലുന്നുള്ളൂ എന്നുള്ളത് എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് രാമശരം മറ്റാളുകളെ ചെല്ലാത്തത്? കൂടെയുള്ള ആളുകൾ കൊല്ലുമെന്നുള്ളത് കൊണ്ടാണോ? അവർക്കും കൊല്ലാൻ കഴിയാത്ത വാനരന്മാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ തന്നെ മരിച്ചു വീണില്ലേ? വീണ്ടും അതിന് വിശല്യകരണി തുടങ്ങിയുള്ള മരുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ജീവിപ്പിക്കല്ലേ ചെയ്തത്? ഹനുമാൻ പോയില്ലേ? ഹനുമാൻ മരുത്വാമലയിൽ പോയിട്ട് അത് ആ മലയോടെ ഇളക്കി കൊണ്ടുവന്നു. അതിൽ നിന്ന് മൃതസഞ്ജീവനി എന്ന് പറയുന്ന മരുന്ന് കണ്ടെത്തി. 2-3 മരുന്നുകളാണ്. ആ മരുന്നുകൾ എടുത്ത് പിന്നെ ഉപയോഗിച്ചതിന് ശേഷമാണ് ലക്ഷ്മണൻ വീണ്ടും ജീവിക്കുന്നത്. ഒരു പുനർജനി കൊടുക്കുകയാണ് ലക്ഷ്മണന്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിശ്ചിത വീര്യമുള്ള ആളുകളോട് മാത്രം ഏറ്റുമുട്ടാനാണ് തയ്യാറാകുന്നതെന്ന്. മഹാഭാരത യുദ്ധം പരിശോധിച്ചാലും നമുക്കറിയാം. ദ്രോണാചാര്യയോട് ഏറ്റുമുട്ടാൻ ഒരാൾ, കർണനോട് ഏറ്റുമുട്ടാൻ ഒരാൾ, ഭീഷ്മനോട് ഏറ്റുമുട്ടാൻ ഒരാൾ, ഇങ്ങനെ ഇന്ന ആളുകളെ നേരിടണമെന്നുണ്ട്. അവരുടെ ശക്തിയുടെ ക്വാണ്ടിറ്റി മനസ്സിലാക്കിക്കൊണ്ടും വീര്യ തേജസ്സുകളെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ടുമാണ് ഇത്തരം തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ഈ ഗുണങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. സത്വഗുണവും കൂടെ ഏറ്റുമുട്ടിയിട്ട് കാര്യമുണ്ടോ? രജോ ഗുണവും കൂടെ ഏറ്റുമുട്ടിയിട്ട് കാര്യമുണ്ടോ? താമസ പ്രകൃതികളെ ഇല്ലാതാക്കണമെങ്കിൽ ആയി ശ്രമിക്കണം. രജോ ഗുണമുള്ളവർ തന്നെ ശ്രമിച്ചാലേ പൂർണ്ണമായിട്ട് താമസ ഗുണത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ യോഗവിദ്യയുടെയും തപശ്ചര്യയുടെയും നമ്മുടെ സദാചാര ബോധത്തിൻ്റെയും മനസ്സിൻ്റെ ശക്തി സാധനകളുടെയും അടിസ്ഥാനത്തിലാണ് ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത്. സത്വഗുണവും അതിൻ്റെ വികാരങ്ങളും മാത്രമേ ബാക്കി വരാവൂ. ബാക്കി രജോ ഗുണവും പിന്നെ തമോ ഗുണവും ഇല്ലാതെയാവുകയും വേണം. അപ്പോഴാണ് മനുഷ്യത്വം ഏറ്റവും ഉദാത്തമായി തീരുന്നത്, ശ്രേഷ്ഠമായി തീരുന്നത്. അങ്ങനെയൊക്കെ രാമായണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ സാധനാക്രമത്തെയാണ് യുദ്ധത്തിൻ്റെ രൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലങ്കയെ ചിത്തമായിട്ടും മനസ്സായിട്ടും ശ്രീരാമനെ മുമുക്ഷുവായി ജീവനായിട്ടും രാവണ കുംഭകർണ വിഭീഷണന്മാരെ ഈ 3 ഗുണങ്ങളായിട്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണങ്ങളായിട്ടും രാക്ഷസന്മാരെയെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളായിട്ടും രാക്ഷസികളെ പ്രവൃത്തികളായിട്ടും വാണ്ടന്മാരെ ശ്രുതിവാക്യങ്ങളായിട്ടും സമുദ്രത്തെ ബാഹ്യ പ്രപഞ്ചമായിട്ടും സമുദ്രബന്ധനത്തെ തീവ്ര വൈരാഗ്യമായിട്ടും ഒക്കെയാണ് ഈ അധ്യാത്മരാമായണം കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ള കാര്യങ്ങൾ ഈ രാമായണത്തിൻ്റെ താത്വികമായ അടിത്തറയാണ്. ഇത് അല്പം കട്ടിയാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം രാമായണത്തിൽ നിന്ന്. അല്ലാതെ വെറുതെ വായിക്കാനും കഥയിലൂടെ കടന്നു പോകാനും മാത്രം പോരാ. കഥയിലെ കാര്യം എന്താണ് എന്നാണ്. വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. കഥ ഇമാസ്തേ കഥിത മഹീയസാം വിതായ ലോകേഷു യശപ്പുരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർ നത് പാരമാർത്ഥ്യം. ഞാൻ കഥകളും അനുകഥകളും ഉപകഥകളുമായിട്ട് ഒരുപാട് കഥകൾ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഥകളൊന്നും സത്യമാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ആ കഥകളിൽ നിന്ന് ഒരു തത്വം പുറപ്പെടുന്നുണ്ട്. ആ തത്വം എന്താണെന്ന് പഠിക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത്. അതുകൊണ്ട് കഥകളിലേക്കല്ല ശ്രദ്ധ പോകേണ്ടത്. ആ കഥയിൽ നിന്ന് ഉരുത്തിരിയുന്ന സത്തകളിലേക്കാണ്, കാര്യത്തിലേക്കാണ്, തത്വത്തിലേക്കാണ് പോകേണ്ടതെന്ന് വ്യാസൻ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ കഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ കഥ ശരിയായില്ലല്ലോ, ഈ കഥ ശരിയായില്ലല്ലോ, അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയും. അത് ആളുകളുടെ സ്വഭാവമാണ്. ടോൾസ്റ്റോയ് എഴുതിയ അന്ന കരീനിന അവിടെ പ്രൗദ എന്ന് പറയുന്ന സാഹിത്യ പ്രസിദ്ധീകരണത്തിൽ റഷ്യൻ ഭാഷയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച കാലത്ത് ഓരോ അധ്യായമായിട്ട് നീണ്ട കഥയായിട്ട് പ്രസിദ്ധീകരിച്ച കാലത്ത്
ആളുകൾ ചുറ്റും കൂടിയിരുന്ന് ഇത് കേട്ടതിന് ശേഷം യാസ്നായ പോളിയാന എന്ന് പറയുന്ന എസ്റ്റേറ്റിൻ്റെ പോർട്ടിക്കോവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസിദ്ധീകരിച്ച ഭാഗം നിരക്ഷരരായ ജോലിക്കാരെ തൻ്റെ എസ്റ്റേറ്റിലെ ജോലിക്കാരെ ഈ ടോൾസ്റ്റോയ് വായിച്ച് കേൾപ്പിച്ചിരുന്നത്. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവിടെ കൂട്ടിരുന്ന ആളുകൾ പറയും, ലിയോ എന്നാണ് ടോൾസ്റ്റോയുടെ ഓമനപ്പേരായിട്ട് വിളിച്ചിരുന്നത്. പ്രിയപ്പെട്ട ലിയോ, അങ്ങ് എന്തിനാണ് അന്നയെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? എന്താണ് അന്നയെ ഇങ്ങനെ ചെയ്യാഞ്ഞത് എന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ടോൾസ്റ്റോയ് ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അന്നയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, അവൾ കേട്ടില്ല, ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ്. അവസാനം ഈ അന്ന റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ ആളുകൾ കരഞ്ഞു. ചിലർ ടോൾസ്റ്റോയെ ചീത്ത വിളിച്ചുകൊണ്ട് കത്തുകൾ എഴുതി. പിന്നെ കെട്ടുകണക്കിന് കത്തുകളാണ്, പൊട്ടിക്കാത്ത കത്തുകളാണ് പത്രം ഓഫീസിൽ വന്ന് കിടന്ന്, ആ മാസികയുടെ ഓഫീസിൽ വന്ന് കിടന്നതെന്നാണ് പറയുന്നത്. യാസ്നായ പോളിയാന എസ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ടാണ് ടോൾസ്റ്റോയ് ഇത് എഴുതുന്നത്, അന്ന കരീനയുടെ കഥ. അതെഴുതി ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ആളുകളിങ്ങനെ കൂട്ടം കൂടി നിന്ന് കരയുകയും തമ്മിൽ ഇടിക്കുകയും ടോൾസ്റ്റോയെ ചീത്ത പറയുകയും ചിലർ ടോൾസ്റ്റോയുടെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ അന്ന ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെടില്ലയോ, അങ്ങ് എന്തിനാണ് ഈ അന്നയെ കൊന്നതെന്നാണ് ചോദിച്ചത്. ടോൾസ്റ്റോയ് അതിന് മറുപടി കുറിച്ചത് ചെറിയൊരു ബോക്സ് കോളത്തിനകത്ത് ടോൾസ്റ്റോയ് എഴുതിയ മറുപടി, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരെ, ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു അന്നയോട്, അന്നെ നീ റെയിൽവേ ട്രാക്കിൽ ചാടരുത്, ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞു. അവൾ കേട്ടില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്നാ പറഞ്ഞത്. അദ്ദേഹം സൃഷ്ടിച്ച ഒരു കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നോക്കൂ. ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തെ സംബന്ധിച്ചുണ്ട്. ഏത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു താത്വികമായ ഒരു അടിത്തറയും ഒരു നിലപാടുമുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് അമാന്തം ഉണ്ടായിക്കൂടാ. അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാഹിത്യത്തെ അടുത്തറിയുമ്പോൾ, ചരിത്രത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ, സംസ്കാരത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ, ജീവിതത്തിൻ്റെ വൈകാരിക രീതികളെയും വൈവിധ്യങ്ങളെയും നമ്മൾ അടുത്തറിയുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും വിവേകവും വിവേചനവും വികാരങ്ങളും കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ പഠനം ശരിയായ ഒരു പഠനമാകുന്നുള്ളൂ. ലേണിംഗ് ഈസ് എ പ്രോസസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പഠനം നിൽക്കുകയുള്ളൂ. അതാണ് നമുക്ക് ആവശ്യം. പ്രോലിറ്റേറിയൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിനെ കുറിച്ച് പറയും ടോൾസ്റ്റോയ്. വാട്ട് ഈസ് ആർട്ട് എന്ന കൃതിക്കകത്ത് പറയും പ്രോലിറ്റേറിയൻ ആർട്ട് എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ MA വരെ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് PhD ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, ഞാൻ IAS വരെ പോയതാണ്, ICS പോയതാണ്, IFS പോയതാണ് എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് അയാളുടെ നിലവാരത്തിലുള്ള ആളുകളോട് മാത്രം സഹകരിച്ചാൽ പോരാ. താഴേക്കിടയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ കൂടി കൈപിടിച്ച് ഉയർത്തി അയാളുടെ നിലവാരത്തിലേക്ക്, അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് കൾച്ചർ, ആ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഒന്നും അറിയാൻ വയ്യാത്ത ആളുകളെ അറിയാവുന്ന ആളുകൾ തൻ്റെ അറിയാവുന്ന വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക്, വൈജ്ഞാനിക സ്രോതസ്സിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോൾ മാത്രമേ ശരിയായ വിദ്യയാകുന്നുള്ളൂ. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത്. അപ്പോൾ മാത്രമേ ലേണിംഗ് ഒരു പ്രോസസ്സാണ്, വിദ്യാഭ്യാസം ഒരു പ്രക്രിയയാണ്, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ സിന്തസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുകയുള്ളൂ. അതൊക്കെയാണ് ഇതിഹാസ കൃതികളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലേ, വ്യാസൻ എത്ര MA പാസ്സായതാ, വാൽമീകി എത്ര PhD എടുത്തതാ? പക്ഷേ PhD എടുക്കുന്നവനും ഈ MAക്ക് പഠിക്കുന്നവനും എല്ലാം മഹാഭാരതവും രാമായണവും പഠിക്കുന്നുണ്ട്. അതിലെ ജീവിതഗന്ധിയായ അംശങ്ങൾ പഠിക്കുന്നുണ്ട്. നേരിട്ട് ആ കൃതികൾ, ആ ക്രിയേഷൻ, ആ ലിറ്റററി ക്രിയേഷൻ, ആ സാഹിത്യ സൃഷ്ടി പഠിക്കുന്നില്ലെങ്കിലും അതിനകത്തെ ആശയങ്ങൾ പഠിക്കുന്നു. ആ ആശയങ്ങൾ മറ്റു രീതിയിലുള്ള നോവലായിട്ടും കഥയായിട്ടും ജീവിതത്തിൻ്റെ അടിസ്ഥാന അംശങ്ങളുമായിട്ടും തത്വങ്ങളായിട്ടും ആദർശങ്ങളായിട്ടും സംസ്കാരങ്ങളായിട്ടും ഒക്കെ ഇത് വരുന്നുണ്ട്. അതിന് ഒരു തിയറിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാകണമെന്നില്ല. ഒരു ഡിഗ്രി ലെവലുള്ള ഒരു പഠനപരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് തെളിയുന്ന കാര്യം എന്താണ്? അതിലെ ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്, അതിലെ സംസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത്, അതിലെ തത്വചിന്തയാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ എങ്ങനെ സംതൃപ്തിയുള്ളവരാക്കും, എങ്ങനെ സന്തോഷമുള്ളവരാക്കും, എങ്ങനെ യുക്തിയുള്ളവരാക്കും, മറ്റുള്ളവർക്ക് കൊള്ളാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നവരാക്കി നമ്മളെ ചേഞ്ച് ചെയ്യും എന്നൊക്കെയാണ് വേണ്ടത്. ഈ സന്ദേശമാണ് ശരിക്കും ഈ രാമായണ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടത്. ഏതായാലും പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും ഉത്സാഹഭരിതന്മാരായ രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞ് യുദ്ധം ആരംഭിക്കുകയായി. പറഞ്ഞു അണകെട്ടിയല്ലോ, സേതുബന്ധനം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് നടന്നു പോകാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാലത്തിലൂടെ നടന്ന് അപ്പുറത്തെത്തി, ലങ്കാ രാജ്യത്തിലെത്തി. അവർ തമ്മിൽ ഏറ്റുമുട്ടി. പിറ്റേന്ന് പ്രഭാതമായി നേരം വെളുക്കുമ്പോഴാണ് യുദ്ധം ആരംഭിക്കുകയാണ്. പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്ക് ഉത്സാഹഭരിതന്മാരായ രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ലങ്കാപട്ടണത്തിൻ്റെ മതിലുകളും ഗോപുരങ്ങളും എല്ലാം
തല്ലി തകർത്തുകൊണ്ട് തന്നെ വാനരസേന പട്ടണത്തിനുള്ളിലേക്ക് കടക്കാൻ തുടങ്ങി. രാക്ഷസ സൈന്യം ഭയങ്കരമായിട്ട് ഭയം ജനിപ്പിക്കുന്ന വണ്ണം പൊരുതി. ഈ ഭയങ്കരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. പറയാറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഇഷ്ടം ശരിയാണോ? ഭയം ജനിപ്പിക്കുന്ന ഇഷ്ടമുണ്ടോ? സന്തോഷവും സാമനസ്യവും അനുകൂലതയും ഉണ്ടാക്കുന്നതല്ലേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയും, എനിക്ക് ഭയങ്കര നല്ലതാണെന്ന് പറയും. ഈ ഭയങ്കരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെയാണ് ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ കേട്ടു നോക്കോളൂ. TV അവതാരകരായാലും അതിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ആളുകളായാലും നടന്മാരായാലും നടികളായാലും രാഷ്ട്രീയക്കാരായാലും സാധാരണ സംഭാഷണത്തിൽപ്പെടുന്ന ആളുകളായാലും കോളേജിലുള്ള കുട്ടികളായാലും അധ്യാപകരായാലും ആരായാലും പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. അത് ചേർത്ത് പറഞ്ഞ് ആലോചിച്ച് നോക്കാം എന്ത് തെറ്റാണെന്ന്. എന്തായാലും ശരി, ഇവിടെ യുദ്ധം ഭയങ്കരമാണ് കേട്ടോ. അതിഭയങ്കരമായ യുദ്ധം നടത്തി. അവർ തമ്മിൽ പൊരുതി, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി അകറ്റാനും ചീത്ത വിളിക്കാനും അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ആയുധങ്ങൾ പ്രയോഗിക്കാനും ഒക്കെ ആയിട്ട് യുദ്ധം തുടങ്ങിയ കല്ലുകളെടുത്ത് പ്രയോഗിക്കുക, മരക്കൊമ്പലെടുത്ത് എറിയുക, മുഖ്യമായ ആയുധങ്ങൾ പ്രയോഗിക്കുക. ഇത് സൈന്യങ്ങളുടെ ഉത്സാഹവും ആവേശവും കണ്ട് രാവണ ചക്രവർത്തി തന്നെ സർവ്വ ആയുധങ്ങളും നിറച്ച തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. അത് കണ്ടപ്പോൾ രാമൻ അഹോ വീര്യം അഹോ രൂപം എന്നാണ് പറഞ്ഞത്. എന്തൊരു രൂപം ഇത്! ഈ രാക്ഷസരാജന് എന്തൊരു രൂപമാണ്, എന്തൊരു രൂപസൗകുമാര്യമാണ്, എന്തൊരു രുഷ്ടതയാണ്, എന്തൊരു ശൗര്യമാണ്, എന്തൊരു വീര്യമാണ്, എന്തൊരു പരാക്രമമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു തേജസ്സാണ് എന്ന് രാമൻ പോലും അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരുടെ മഹത്വത്തെ അംഗീകരിക്കാൻ കഴിയുക രാമൻ്റെ മനസ്സാണത്. അല്ലെങ്കിൽ ശത്രുതാപെന്നോ ഇവൻ ഇവൻ ഇന്ന് കൊന്നിട്ടേ ഉള്ളു കാര്യം എന്ന് വിചാരിക്കലല്ല രാമൻ ചെയ്തത്. അയാളുടെ ആ പ്രൗഢഗംഭീരമായ ഭാവവും ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ആ അവസ്ഥയും അദ്ദേഹം കണ്ടറിഞ്ഞ് മനസ്സാ അനുമോദിക്കുകയാണ് ചെയ്തത്. രാമസ്തുല്യത കൈലാസം ആരാധ്യം ബഹുമന്യത എന്ന് അവസാനം പറയുന്നുണ്ട്. രാവണൻ മരിച്ചു കിടക്കുമ്പോൾ വിഭീഷണനോട് പറയുന്നുണ്ട് രാമസ്തുല്യത കൈലാസം ആരാധ്യം ബഹുമന്യത എന്ന്. അത് ഈ ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ആളാണ് രാവണൻ. ആ രാവണന് വേണ്ടുന്ന തരത്തിലുള്ള അർഹമായ നിലയിൽ ഉള്ള ബഹുമതികളാണ് വേണ്ടത് ശവസംസ്കാരത്തിനെന്നാണ്. ഇന്നും അങ്ങനെയല്ലേ? സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മരിക്കുന്നു എന്ന് വരുമ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു എന്നാണ് പത്രവാർത്ത. അത് മുകളിലോട്ട് വെടിയൊക്കെ വെച്ച് അല്ലേ, ഒരുപാട് സന്നാഹങ്ങളോട് കൂടിയാണ്, ഒരുപാട് ഒരു ആദരവ് കൊടുക്കുകയാണത്. അപ്പോൾ അത് മാത്രമല്ല, മരണത്തിന് ശേഷം മാലോകർക്ക് ഇഷ്ടം ചേർക്കുമെന്നാണ്. മരണാന്താനി വൈരാണി എന്നാണ് പറയുന്നത്. മരണത്തോടനുബന്ധിച്ച് വൈരം തീരും, ശത്രുത തീരും. ഒരാൾ മരിക്കുന്നവരെ അയാളോട് ശത്രുത പാടുള്ളൂ എന്നാണ്. പിന്നെ അയാൾ ആരോട് ശത്രുത ഉണ്ടാവാനാ? അയാളുടെ ശരീരത്തിനകത്ത് ആത്മാവ് കയറിക്കൂടി അയാളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെ മാത്രമേ അയാൾ ശത്രുവായിട്ടോ മിത്രമായിട്ടോ ഉള്ളൂ. ഇത് ശത്രുവായാലും മിത്രമായാലും ഇത് ചേരും കേട്ടോ. ശത്രുക്കൾക്ക് മാത്രം ചേരുന്നതല്ല, മിത്രത്തിന് ഇത് ചേരുന്നതാണ്. അയാളുടെ ശരീരസ്ഥമായിരിക്കുന്ന ആത്മാവ് അയാളുടെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് അനുകൂലമോ പ്രതികൂലവുമായി പ്രവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് സൗഹൃദവും ശത്രുതയും ഒക്കെ. അല്ല, ശത്രുത ഒന്നും ഉണ്ടാവുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, എൻ്റെ ഉറ്റ സുഹൃത്താണ് നമ്മളൊരാളെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ്? അയാളുടെ ശരീരത്തെയാണോ പറയുന്നത്, അതോ അയാളുടെ ആത്മാവിനെയാണോ പറയുന്നത്? ഈ രണ്ടിനെയും അല്ല, അയാളുടെ പെരുമാറ്റം ഉണ്ടായതിനെയാണ്. അയാളുടെ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെ പെരുമാറ്റം വന്നു? ആത്മാവ് ശരീരസ്ഥമായിരുന്നു കൊണ്ട് ആ ശരീരത്തെ നമുക്ക് അനുഗുണമായി പ്രവർത്തിപ്പിച്ചു. ആ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്നിരുന്നോട്ട് അയാളോടൊരു പ്രിയം ജനിപ്പിച്ചു. ആ പ്രിയമാണ് അയാളെ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അയാളുടെ പെരുമാറ്റമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നുണ്ടാ. എന്തൊരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്? ശരീരത്തെ ശരീരമായും ആത്മാവിനെയും ആയിട്ട് മാറ്റി നിർത്തിയാൽ എവിടെ മിത്രത്വം, എവിടെ ശത്രുത്വം? രണ്ടായിട്ട് കണ്ടാൽ അപ്പോൾ രണ്ടിനെയും ഒരുപോലെ കാണുമ്പോഴാണ്, ഒരുപോലെ പ്രവർത്തിപ്പിച്ച് കാണുന്ന ആ പ്രവർത്തനപരതയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും എത്തുന്നത്. അല്ലെ നമുക്ക് ശത്രുവില്ല, മിത്രവുമില്ല. എന്തായാലും രാവണനെ കണ്ടപ്പോൾ രാമൻ വളരെ ഉത്സാഹത്തോടെ യുദ്ധത്തിനൊരുങ്ങുകയാണ്. രാവണൻ തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം തുടങ്ങി. ശരി.